Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ബ്രില്യൻറ്റ് ബൂസ്റ്റ് സെക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചോദ്യമാണ്, ഒരു ദിവസം ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ജൂൺ മാസം 1-നാണ് നമ്മുടെ 5ാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ 4ഓളം സക്സസ്ഫുൾ ബാച്ചസ് റൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 5ാമത്തെ ബാച്ച് ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് നോട്ട്സ്, ഓരോ ടോപ്പിക്കിന്റെയും റിവിഷൻ ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, പോയിന്റ്സ് ടു നോട്ട്, ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിനായിട്ട് നമ്മൾ നടത്തുന്നത്. കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്വയറീസോ ഡൗട്ട്സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9995264596 ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പൺ ചാലഞ്ചുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡെയിലി ഇതേ സമയത്ത് 8:30 മണിക്ക് തന്നെയായിരിക്കും അടുത്ത വീഡിയോയും പോസ്റ്റ് ആവുന്നത്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളത് മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുമായിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ചാലഞ്ചിന്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചോദ്യം, സിൻസ് വെൻ ഡിഡ് നാഷണൽ TB പ്രോഗ്രാം സ്റ്റാർട്ട് FDC അഥവാ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ഈ ഒരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. FDC എന്താണ്? ഇവിടെ നമ്മൾ 2ഓ അതിൽ കൂടുതലോ TB ഡ്രഗ്സ് സിംഗിൾ പില്ല് കമ്പൈൻ ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ട്രീറ്റ്മെന്റിനെ സിംപ്ലിഫൈ ചെയ്യാനും നമ്പർ ഓഫ് പിൽസിന്റെ എണ്ണം കുറയ്ക്കാനും ഡെയിലി ഇൻടേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് FDC കൊണ്ടുവന്നത്. പേഷ്യന്റെ കമ്പൈലൻസ് ഫ്യൂവർ പിൽസ് ആണ്, ഈസിയർ ആയിട്ട് നമുക്ക് അവർക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. റിസ്ക് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഡ്രഗ് കോമ്പിനേഷൻസ് കറക്റ്റ് ചെയ്യാനും ഡോസേജ് കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നാഷണൽ TB പ്രോഗ്രാം FDC കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ 2000-ന്റെ മിഡ് 2000-ലൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാംസ്, പൈലറ്റ് പ്രോഗ്രാംസും പ്രിപ്പറേഷൻസും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2007-ലാണ് അഡൽട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട്. ശേഷം 2016 ഈ ഒരു പ്രോഗ്രാം ട്രാൻസിഷൻ ചെയ്ത് ഡെയിലി തെറാപ്പി എന്നുള്ള രീതിയിൽ FDC യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ആ ഒരു കൺസെപ്ഷൻ ഒഴിവാക്കി റീപ്ലേസ് ചെയ്ത് ഡെയിലി തെറാപ്പി യൂസിങ് FDC എന്നുള്ള രീതിയിൽ 2016 കൊണ്ടുവന്നു. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2007-ലും പിന്നീട് FDC തെറാപ്പി എന്നുള്ള രീതിയിൽ ഫോർ FDC എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്നത് 2016-ലുമാണ്. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. കമന്റ്സിലും ശ്രദ്ധിച്ചായിരുന്നു, പലരും കമന്റ് ചെയ്തത് 2016 ആണ്. 2016-ലാണ് FDC തെറാപ്പി എന്നുള്ള രീതിയിൽ ഡെയിലി FDC തെറാപ്പി എന്നുള്ളതായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിലൂടെ 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലെ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, മാത്രമല്ല എപ്പോഴാണ് ഈ ഒരു FDC തെറാപ്പി, ഡെയിലി FDC തെറാപ്പി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. FDCയുടെ ഫുൾ ഫോം മനസ്സിലാക്കുക. ഈ ഒരു ചോദ്യത്തിനകത്തു തന്നെ മാക്സിമം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടൊബാക്കോ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ആരാണ്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ഇതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ആക്റ്റീവ് ആയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറും എക്സ്പ്ലനേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നാളെയും മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾ, ആഡ് ഓൺ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ നോട്ടിൽ കുറിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ എത്ര നാളത്തേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കമന്റ്സിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് കൂടുതൽ സെഷൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേരള PSCയുടെ എക്സാമിന് ആവശ്യമായിട്ടുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള സെഷൻസ് മറ്റ് കേരള PSC എക്സാമുകൾക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത സെഷനിൽ നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്